പി.വി. അൻവർ ഉയർത്തിവിട്ട ആരോപണത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ നിൽക്കെ കെ.ടി. ജലീൽ എം.എൽ.എ നാളെ എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ് CPM. നാളെ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് പിന്നാലെ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ജലീൽ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന് വ്യക്തമാക്കിയ ജലീലിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്നാണ് CPM-ന്റെ ആശങ്ക. പറയാനുള്ളത് നാളെ പറയുമെന്ന് ആവർത്തിച്ച് ജലീൽ സസ്പെൻസ് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അൻവറിന്റെ ആളിക്കത്തിൽ ഏതാണ്ട് അണയാൻ കാത്തിരിക്കുകയാണ് മറ്റൊരാൾ എന്നതാണ് CPM-നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. എനിക്കും ചിലത് പറയാനുണ്ട് എന്നായിരുന്നു MLA കെ.ടി. ജലീലിന്റെ പ്രഖ്യാപനം. ഒക്ടോബർ 2-ന് താൻ മാനസികമായും സ്വതന്ത്രനാകും, അതിനുശേഷം ചിലത് പറയുമെന്നാണ് ഭീഷണി. അൻവറിന്റെ പരാതിയിൽ ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജലീൽ ഇത്തരത്തിൽ മുൻപും പ്രതികരിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അൻവറിന്റെ ആരോപണങ്ങൾ ഇത്ര കത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ജലീലിന്റെ വാക്കുകൾ ചൂടപ്പം പോലെ വിറ്റുപോകും. ഈ സാധ്യതയാണ് യഥാർത്ഥത്തിൽ CPM-നെ കുഴപ്പിക്കുന്നത്. CPM-നോടും മുഖ്യമന്ത്രിയോടും നേരിട്ട് അടിച്ചു നിൽക്കുന്ന അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് എങ്കിൽ ജലീലും ഒപ്പമുണ്ടാകുമെന്നും വാർത്തകൾ പരന്നിരുന്നു. പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന സ്വതന്ത്രർ ഓരോന്നോരോന്നായി തിരിഞ്ഞു നിന്ന് പണി കൊടുക്കുന്ന സ്ഥിതിയാണിപ്പോൾ. അൻവറും ജലീലും ഉടക്കി നിൽക്കുന്ന ഘട്ടത്തിൽ കാരാട്ട് റസാഖും PTA റഹീമും മറ്റും എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. നാട്ടുമ്പുറത്ത് സ്വാധീനമുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സമ്പന്നരെ സ്വതന്ത്രരായി കളത്തിലിറക്കുന്നത് CPM-ന്റെ പതിവ് രീതിയാണ്. പ്രത്യേകിച്ച് മലബാറിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പച്ച തൊടില്ല എന്ന് ഉറപ്പുള്ളയിടങ്ങളിലാണ് ഈ പരീക്ഷണം നടത്താറുള്ളത്. എന്നാൽ ഇവരെല്ലാം തന്നെ ഇപ്പോൾ മടിക്കുത്തിലെടുത്തു വെച്ച പാമ്പിന്റെ അവസ്ഥയിലായി. എന്നാൽ അതേസമയം സ്വന്തം തട്ടകത്തിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിയ പൊതുസമ്മേളനത്തിൽ നടത്തിയ 2.5 മണിക്കൂർ പ്രസംഗത്തിലൂടെ പി.വി. അൻവർ CPM-ന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അദ്ദേഹം പിന്മാറില്ല. നേർക്കുനേർ നിന്ന് പോരാടാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച അൻവർ പാർട്ടിയെയും സാധാരണ പ്രവർത്തകരെയും ഒരിക്കലും തള്ളിപ്പറയുന്നില്ല എന്ന് ആവർത്തിച്ചു. പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എണ്ണിപ്പറഞ്ഞ അൻവർ തനിക്കെതിരെ പല കേസുകളും വന്നത് CPM-ൽ ചേർന്നതിന് ശേഷമാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ലെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു അൻവറിന്റെ പ്രസംഗം. സമ്പൂർണ്ണ സ്വതന്ത്രനായി മത്സരിച്ചാലും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള കളമൊരുക്കാനുള്ള ശ്രമങ്ങളും അൻവറിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. പ്രസംഗത്തിന്റെ ഭൂരിഭാഗ സമയവും മുൻ ആരോപണങ്ങൾ ആവർത്തിക്കാനാണ് ചെലവഴിച്ചത്. വർഗീയവാദി എന്ന ആരോപണവുമായി CPM തുടങ്ങിയ പ്രചാരണത്തെ ചെറുക്കാൻ തന്റെയും കുടുംബത്തിന്റെയും മതനിരപേക്ഷ പശ്ചാത്തലം വിശദമായി വിവരിക്കുകയും ചെയ്തു. 5 നേരം നിസ്കരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നും അതിന്റെ പേരിൽ 4 പേർ ചേർന്ന് നിന്ന് ചാപ്പകുത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ 2 ഏരിയ കമ്മിറ്റികളാണ് CPM-നുള്ളത്. നിലമ്പൂർ എടകര കമ്മിറ്റികൾക്ക് കീഴിൽ അൻവറിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ പ്രകടനം നടന്നിരുന്നു. ഇതിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയരുകയും ചെയ്തു. എന്നാൽ ഈ 2 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ പ്രകടനത്തിൽ പങ്കെടുത്തവരെക്കാൾ കൂടുതൽ ആളുകളെ പൊതുയോഗത്തിൽ അണിനിരത്താൻ അൻവറിനായി. ഇൻകുലാബ് വിളികൾ മുഴക്കിയാണ് അണികൾ അൻവറിനെ സ്റ്റേജിലേക്ക് ആനയിച്ചതുപോലും. അൻവറിനൊപ്പം തന്നെ CPM കണ്ണിമ വെട്ടാതെ നിരീക്ഷിക്കുകയാണ് ജലീലിന്റെ നീക്കങ്ങളെയും. കോടിയേരിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോടിയേരിയുടെ സ്മരണകൾക്ക് മരണമില്ല. കോടിയേരിയില്ലാത്ത 1 വർഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല പരിചയമാണ്. വാളാകാൻ എല്ലാവർക്കും കഴിയും. തന്റെ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്ക് മാത്രമേ കഴിയൂ. അവരിൽ ഒരാളായാണ് കോടിയേരിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത്. നാളെ പ്രകാശിതമാകുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. എന്നെ ഞാനെന്ന രാഷ്ട്രീയക്കാരനായി രൂപപ്പെടുത്തിയ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും ഇടതുചേരിയിൽ എനിക്ക് ഊർജം പകർന്ന കോടിയേരി ബാലകൃഷ്ണനുമാണ്. ആ സമന്വയം തീർത്തും യാദൃശ്ചികവുമാണ്. സഖാവെ ലാൽ സലാം എന്നാണ് കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ അൻവർ തുടങ്ങിവെച്ച പോരാട്ടത്തിന് തുടക്കം മുതലേ തന്നെ പിന്തുണ നൽകുന്ന നിലപാടാണ് ജലീലിൻ്റേത്. ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്ന 2 സ്വതന്ത്ര ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇവർ ഒരേ നിലപാട് പങ്കുവയ്ക്കുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് പ്രാധാന്യമേറെയുണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ അടങ്ങൂ എന്ന ശീർഷകത്തിൽ പി.വി. അൻവറിന്റെ കൂടെ ഇരിക്കുന്ന ചിത്ര സംഹിതമാണ് സ്വർണ്ണക്കടത്തിനും പോലീസിന്റെ അഴിമതിക്കുമെതിരെ 1 മാസം മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത്. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ആദ്യം വിക്കറ്റ് വീണെന്നും മലപ്പുറം SP S. ശശിധരനെ സ്ഥലം മാറ്റിയപ്പോൾ വിക്കറ്റ് നമ്പർ 2 എന്നും ഫേസ്ബുക്കിലൂടെ അൻവറിനൊപ്പം ആഘോഷിക്കുകയും ചെയ്തു. അൻവർ ഉന്നയിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ RSS ബന്ധം അതുപോലെ തന്നെ ജലീലും പലതവണ ആവർത്തിച്ചിരുന്നു. അൻവർ പറഞ്ഞതിൽ അസത്യമുണ്ട് എങ്കിൽ ഉദ്യോഗസ്ഥർ പരാതി നൽകുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്യട്ടെ എന്നാണ് ഒരു കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചത്.
മുഖ്യമന്ത്രിയോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുണ്ടെങ്കിൽ നൽകാൻ ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം ഒരിക്കൽ കുറിച്ചിട്ടുണ്ട്. ഇനി തെറിക്കാനുള്ളത് വമ്പൻ സ്രാവിന്റെ കുറ്റിയാണെന്നും ജനങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനായതിൽ അത് തെറിക്കുമെന്നും മറ്റൊരു കുറിപ്പിൽ പറയുന്നുമുണ്ട്. പിണറായി വിജയനെ പിതൃതുല്യനായി വിശേഷിപ്പിച്ച 3-ാം ദിവസമാണ് PV അൻവർ അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ച് പത്രസമ്മേളനം നടത്തിയത്. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 2-ന് താൻ കൂടുതൽ സ്വതന്ത്രനാകുമെന്നും അന്ന് ചിലത് പറയാനുണ്ടെന്നും ജലീൽ പറഞ്ഞതിന് വലിയ അർത്ഥങ്ങളുണ്ടെന്ന് കരുതുന്നവരുമുണ്ട്. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളിൽ പ്രതികരിക്കുന്നുണ്ടെന്നും 2-ാം തീയതി പുസ്തക പ്രകാശനത്തിന് വരണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ക്ഷണിക്കുന്നുമുണ്ട്.